വിനയം നമ്മുടെ മനസ്സിന്റെ മുഖമുദ്രയാകണം. അഹങ്കാരികൾക്ക് എവിടെയും ഒന്നാം സ്ഥാനം വേണം, അഹംവാദികൾക്ക് എവിടെയും ഒന്നാം സ്ഥാനം വേണം. ആ സ്ഥാനം ആഖിറത്തിലാണ് അഹങ്കാരികൾക്ക് അല്ലാഹു തരാൻ പോകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു നിർണായകരമായ ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ എല്ലാവരും ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അമീറായി പോയതുകൊണ്ട് എല്ലാവരും ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് വിളിച്ചു പറയുകയാണ്. ഇന്ന് നമ്മുടെ യുദ്ധം ജയിക്കുമല്ലോ, ഇന്ന് നമ്മൾ വിജയിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോൾ വന്ന ജനങ്ങളെല്ലാം ഖാലിദിന്റെ പേര് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് കൊടുത്തയച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് തന്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറൊരാളെ അമീറായിട്ട് നിശ്ചയിച്ചു എന്ന് കത്ത് കൊടുത്തയച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഉമറേ, ജയിക്കൽ ആവശ്യമായ നിർണായകരമായ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് അമീറിന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കൊണ്ടുവന്ന കണക്കുകളൊന്നും ശരിയല്ല, കണക്കിൽ കൃത്രിമത്വമുള്ള, കണക്കിൽ കൃത്യതയില്ലാത്തവർ യുദ്ധത്തിന്റെ അമീറാകാൻ പറ്റൂല, അതുകൊണ്ടാണ് മാറ്റിയെന്ന് പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണക്കിന്റെ വിഷയത്തിൽ എനിക്ക് അല്പം കുറവുള്ളത്, എനിക്കൊരൽപ്പം തെറ്റുപറ്റുന്നത് നേരത്തെ അവിടത്തേക്ക് അറിയാമല്ലോ, പിന്നെ എന്തേ എന്നെ അമീറായിട്ട് നിശ്ചയിച്ചതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തലകുനിച്ചു വെച്ചിരിക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് അറിയാം, അതുകൊണ്ടല്ല എന്നെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, വേറെന്തോ തക്കതായ കാരണമുണ്ടാകും. ആ കാരണം എന്തെന്നറിയാനുള്ള ആർത്തി കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മുഖമിങ്ങനെ നിവർത്തി വെച്ച് നോക്കുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തേ ഉമറേ അവിടുന്ന് കരയാനുണ്ടായ കാരണം എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഖാലിദേ, നിനക്ക് നരകത്തെ പേടിയില്ലേ? ഖാലിദേ, നരകത്തെ നീ പേടിക്കുന്നില്ലേ? ഖാലിദേ. ഖാലിദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എന്നെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നരകവുമായിട്ട് എന്ത് ബന്ധമാണ് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണു അളവ് അഹങ്കാരം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവര് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അവർക്ക് നരകമല്ലേ, നരകത്തിന്റെ ഒന്നാമത്തെ കവാടമല്ലേ? അതുകൊണ്ട് ഖാലിദേ, ഇത്രയും ജനങ്ങൾ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുമ്പോ, നിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോ ഖാലിദേ, നിന്റെ മനസ്സിലേക്ക് നീ ഇച്ചിരി കഴിവുള്ളവനാണെന്ന ചിന്ത വരുന്നത് അഹങ്കാരമല്ലേ? അങ്ങനെ അഹങ്കാരം വന്നാ നിനക്കല്ലാഹു ആഗ്രഹിക്കുന്ന സ്വർഗം തരൂലല്ലോ, നിനക്കല്ല നരകം തരുമല്ലോ. അത് പേടിച്ചുകൊണ്ടാണ് യുദ്ധം തോക്കുന്നെങ്കിൽ പോട്ടെ, പക്ഷേ നിനക്ക് നരകം കിട്ടാൻ പാടില്ല എന്ത് ചിന്ത കൊണ്ടാണ് നിന്നെ ഞാൻ മാറ്റിയതെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാരിപ്പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരെങ്കില് എന്റെ തലവാ കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ അഹങ്കാരം പിടിപെട്ടിട്ടില്ലേ? പല രീതിയിലാണ് അഹങ്കാരം വരിക. ഏറ്റവും അധികം അഹങ്കാരം വരുന്നത് പണത്തിന്റെ പേരിലാണ്. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കല്ലേ. പണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നു. സൂറത്തുൽ ഖസസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന ഖാറൂൻ കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. ഖാറൂൻ എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിന്റെ രൂപം കൊണ്ട് നൃത്തം ചവിട്ടിയ മനുഷ്യരുണ്ടായിരുന്നു. മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. എന്തേ? അല്ലാഹു ഒരുപാട് പണം കൊടുത്ത് അഹങ്കരിച്ചു.
കുറിച്ചു. വൈകുന്നേരങ്ങളിൽ തന്റെ ശരീരത്തിന്റെ തങ്കാഭരണങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ പാവപ്പെട്ട ജനങ്ങളാ കാറൂരിനെ നോക്കിയിട്ട് പറയും, യാ ലൈതനീ മിസ്ലമാ ഊതിയ കാറൂരിന് കൊടുത്തതുപോലെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. തഴവാ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള പാവപ്പെട്ടവര് ചിന്തിക്കാറില്ലേ, വില കൂടിയ വാഹനത്തിൽ അയൽവാസിയാറെ സഹോദരി ചാരിയിരുന്ന് പോകുമ്പോ, അയൽവക്കക്കാര് 4 നില മണിമാളിക പണിയുമ്പോ, ലക്ഷക്കണക്കിന് രൂപയുടെ അടിച്ചുപൊളിക്കൽ അവരുടെ വീട്ടിൽ നടക്കുമ്പോ, ഒരു മോള കല്യാണം 100 കോടി രൂപയുടെ സ്വർണം ചെലവഴിച്ചുകൊണ്ട് നടത്തുമ്പോ, അത് കണ്ട് അത്ഭുതപ്പെടുന്ന പെണ്ണേ, നീ മനസ്സുകൊണ്ട് ചിന്തിക്കാറില്ലേ, യാ ലൈതനീ മിസ്ലമാ ഊതിയ ഖാറൂൻ എന്ന മനുഷ്യന് കൊടുത്തതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിച്ച ജനതയെ പോലെ ചിന്തിക്കാറില്ലേ? എന്നാൽ അചഞ്ചലമായ മനസ്സിന്റെ അകത്ത് അരക്കിട്ടുറപ്പിച്ച വിശ്വാസമുള്ള മുത്തഖീങ്ങൾ എന്താ പറഞ്ഞത്? ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. എടോ ഖാറൂനേ, നീ ഒരുപാട് ചാടണ്ട, നീ ഒരുപാട് അഹങ്കരിക്കണ്ട, നീ ഒരുപാട് ആഹ്ലാദിക്കണ്ട. ഒരുപാട് അതിരികണം ആഹ്ലാദിക്കുന്നവര് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് നല്ല വിശ്വാസികൾ പറഞ്ഞു കൊടുത്തു. അവസാനം ഖാറൂനിന്റെ കൊട്ടാരവും ഖാറൂനും ഭൂമിയുടെ ഒരു ഭാഗം പിളർത്തി അള്ളാഹു അതിന്റെ അകത്തിട്ട് അടച്ചു. എന്നിട്ട് അള്ളാഹു അദാബ് കൊടുത്തത് ഖുർആൻ വ്യക്തമാക്കി. പെരുമ്പാവൂര് ടൗണിൽ 3 കോടി രൂപയുടെ ഭക്ഷണമാണ് ഒരു മോളെ കല്യാണത്തിന് വാപ്പിച്ചു വെച്ചത്. മുസ്ലിമാണ്. 3 കോടി രൂപയുടെ ഭക്ഷണം. എത്ര പാവപ്പെട്ടവരുണ്ടെന്നറിയോ? ഒരു മിന്നു കെട്ടാൻ നിവർത്തിയില്ലാതെ, ഒരു രോഗത്തിനും മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ, മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ടവരെ, മൂത്ത മകന് ക്യാൻസർ വന്നതുകൊണ്ട് ഉമ്മയും ഉപ്പയും കൂടി തീരുമാനിച്ചു, മക്കൾക്കും വിഷം കൊടുത്ത് സ്വന്തം വിഷം കഴിച്ച് ചത്തുകളയാം, ലോകത്ത് നിന്ന് റൂഹിനെ വെടിയിപ്പിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് ഹോസ്പിറ്റലിൽ നിന്ന് 2.5 വർഷത്തെ ചികിത്സ കഴിഞ്ഞ് തിരുവനന്തപുരം RCCയിലേക്ക് 13കാരനായ മോനെ കൊണ്ടുവേണമെന്ന് ഉപ്പയോട് പറഞ്ഞപ്പോ ഇപ്പൊ മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇനി ആരോട് ചോദിക്കാനാണ്, ഇനി ആരോട് ചോദിക്കാനാണ്? സംഘടനക്കാര് തന്നു, പ്രസ്ഥാനക്കാര് തന്നു, പള്ളിക്കാര് തന്നു, നാട്ടുകാര് തന്നു, വീട്ടുകാര് തന്നു. ക്യാൻസർ എന്ന രോഗത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നാൽ ജീവനും പോവും, സമ്പത്തും പോവും, സ്വസ്ഥതയും പോവും, ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിന് സമാധാനവും പോകും. വല്ലാത്ത രോഗമാണ്. അല്ലാഹു ഈ സരസിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിൽ ആ രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ കരുണക്കടലാര ശാഫിയാര കാഫിയായ നാദാ, ഈ നാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനനായ ഉസ്താദിന്റെ പോരിശ കൊണ്ട് നുസ്രത്തുൽ അനാം സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ രോഗങ്ങളിൽ നിന്ന് അവരെ പരിപൂർണമായി നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. വന്നാൽ ആ രോഗമൊക്കെ മാറുന്ന കാര്യം വലിയ പാടാണ്. അവസാനം ആ ഉപ്പ പോയി 20 രൂപയ്ക്ക് വിഷം വാങ്ങിക്കൊണ്ടുവന്നു. ഭാര്യയോട് പറഞ്ഞു, നമുക്ക് മക്കൾക്ക് കൊടുക്കാം. ഭാര്യ പറഞ്ഞു, എങ്ങനെ കഴിയുന്നു, എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു അങ്ങനെ പറയാ? ആ പിതാവ് പറഞ്ഞു, പെണ്ണെ, എന്റെ മുമ്പ് കിടന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ രോഗത്തിന് ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ മുമ്പ് കിടന്ന് ഉപ്പാ ഉമ്മാന്ന് വിളിച്ചു ഉരുകി മരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ മരിക്കലല്ലേ. ഒന്നെങ്കിൽ ചികിത്സിക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കണം. അങ്ങനെ തീരുമാനിച്ചു. 3 ആൺമക്കൾ. 3ാമത്തെ പൊന്നുമോന് ആദ്യത്തെ ആളിന് വിഷം കൊടുത്തു, 2ാമത്തതിന് കൊടുത്തു. 3ാമത്തത് 2 വയസ്സിനകത്ത് പ്രായമുള്ള പുഞ്ചിരി പോലും മായാത്ത ഒരു പൊന്നോമന കുട്ടനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് മണിക്കൂറുകളോളം ചുംബനം കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ വാക്യവത്ത് പോലും വിഷച്ചോറ് വാരി വെച്ചു കൊടുത്തിട്ട് 5 പേരാ മലപ്പുറത്ത് വീടിന്റെ അകത്ത് 5 പേര് മരിച്ചു വീട് കിടന്നു പോരെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു തരുന്ന പണം കൊണ്ട് പാവപ്പെട്ടവരെ പറന്ന് അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുമ്പോ നരകത്തിന്റെ 1ാമത്തെ കവാടമാണ്. വഹസുബുഹു ജഹന്നം
വഹസ്ബുഹു ജഹന്നം വഹസ്ബുഹു ജഹന്നം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരത്തിന്റെ രൂപങ്ങളായി കല്യാണ വീടുകൾ മാറുന്നില്ലേ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെച്ചോറ്റിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട്, കൈ കഴുകുവാൻ പോകേണ്ടതാ താഴോട്ട്. അങ്ങനെ പറഞ്ഞ നമ്മളറിഞ്ഞിട്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നിട്ടാ. ആ അൽമവാഹിബുൽ ജലിയൊക്കെ വായിച്ചു നോക്കണം. വാങ്ങി അലമാര കൊണ്ട് വെച്ചാൽ പറ്റൂല. അതൊക്കെ നോക്കണം. അതിനകത്തുള്ളതാ എന്ത് രസമായിട്ടാ പറഞ്ഞെന്നറിയോ? അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും അത്ഭുതമാണ്. അത്ഭുതത്തിന്റെ രാജകുമാരനാണ് അല്ലാഹു. അദ്ദേഹത്തിന്റെ ഗുരുത്വം നമുക്ക് തരട്ടെ. ഞാൻ മെനിയാന്ന് വാത് പറഞ്ഞ സ്ഥലത്ത് തഴവസ്ഥാനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഇന്നിവിടെ സിയാറത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു അവരോട്, എവിടെയൊക്കെ നിങ്ങൾ സിയാറത്ത്, വിമാപ്പള്ളി, കടുവപ്പള്ളി, ആറ്റിങ്കര, ഏർവാടി എല്ലായിടത്തും നിങ്ങൾക്ക് തഴവസ്ഥാന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റും? എന്ത് ചോദിച്ചു? ആരോടെ ചോദിച്ചു? ഉസ്താദുമാരോടെ ചോദിച്ചത്. ഉസ്താദുമാരെ നിർബന്ധമായും ചെയ്തിരിക്കണം സിയാറത്ത്. കാരണം ഉസ്താദിന്റെ ഉസ്താദിലെ ഇവിടെ കിടക്കുക, അവിടെ ചെല്ലുമ്പോൾ ഇൽമ കിട്ടും, ഉറപ്പാണ്. അങ്ങനെ ഒരു സുഹൃത്ത് ഇന്നിവിടെ സിയാറത്തിന് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വന്നപ്പോൾ നിങ്ങളുടെ പോസ്റ്ററൊക്കെ വിളിക്കുകയാണ്, ഏതായാലും വാത് കുറച്ചേരം കേട്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. പോയോന്നറിയില്ല. ഏതായാലും പ്രിയപ്പെട്ടവർ, അദ്ദേഹം പറയാ കല്യാണത്തിന്റെ മാമാങ്കം. അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോയി. വലിയ വലിയ പണക്കാരുടെ കല്യാണത്തിന് അങ്ങനെ പോവാതിരിക്കലാണ് പതിവ്. അങ്ങനെ പോയി ചെന്നപ്പോ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ കാശ് കൊടുത്ത ഒരു ഓഡിറ്റോറിയം. അതിപ്പോ കുഴപ്പമില്ല, നമ്മളിപ്പോ പണക്കാരാണ്, നമുക്കിപ്പോ അതനുസരിച്ചുള്ള ജനങ്ങളൊക്കെ വരും, വലിയ ഓഡിറ്റോറിയം വേണം, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ പിന്നെ അനാവശ്യമായി കുറെ പേക്കൂത്തുകൾ. ചെല്ലുമ്പോ 2 ആർച്ചിന്റെ ചോട്ടിൽ 27കാരിയായ 2 പെൺകുട്ടികൾ അവിടെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കും. വെള്ള സാരിയിൽ കറുത്ത ബോർഡർ ഇങ്ങനെയുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളയൊക്കെ പൂശി പാരലോലിയൊക്കെ തേച്ച് ചുണ്ടൊക്കെ ആണെങ്കിൽ ചുമപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറെ ചെറുപ്പക്കാര് മൊബൈലും കൊണ്ട് എല്ലായിടത്തും ഉണ്ട് ക്ലിക്കോ എന്ന് പറഞ്ഞ് കുറെ എണ്ണം. ഓ, ദവാനിയത്തിന്റെ മലക്കുകൾ ഒരു അടുത്ത് വരില്ല, അത്രയ്ക്ക് വെറുപ്പാണ്. അങ്ങനെ കുറെ എണ്ണം ക്ലിക്കോ കാട്ടിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോ വെൽക്കം മുസ്ലിയാരെ, വെൽക്കം. ഞാൻ പറഞ്ഞു വെൽക്കം മുസ്ലിയാരല്ല, നൗഷാദ് മുസ്ലിയാർ. അങ്ങനെ വെൽക്കം മുസ്ലിയാരായിട്ട് കുറെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. 3 കോടി രൂപയുടെ ഭക്ഷണമേ. തലേ ദിവസം MG ശ്രീകുമാറിന്റെ ഗാനമേള, കല്യാണത്തിന്റെ എരഞ്ഞോളി മൂസാറ് ഗാനമേള. എന്നാലും അങ്ങോട്ട് ദഹിക്കുള്ളൂ. ഇമ്മാമ പറഞ്ഞതാ, എരഞ്ഞോളി മൂസായെ കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട ഉസ്താദേ, ആളിച്ചിരി ഉള്ളെങ്കിലും ഉള്ളത് കാതലാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ ശരിക്കും കേട്ടിട്ടൊക്കെ ഉണ്ട്. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അതും നമ്മൾ മോശമായതല്ലേ നമ്മൾ എടുക്കുള്ളൂ. അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ കേൾക്കാൻ പറഞ്ഞാൽ താത്തമാര് കേൾക്കുന്നത് ഏതാ? മോശമാണ്, ഏറ്റവും വൃത്തികെട്ട, അല്ലെങ്കിൽ സെക്സ് റാക്കറ്റുകൾ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള ഭാഷകളുള്ള മാപ്പിളപ്പാട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് മാത്രമേ നമുക്ക് ദഹിക്കുള്ളൂ. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ആ വരിയുടെ അർത്ഥം മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. മിഅ്റാജ്, അതുപോലും സ്വപ്നം എന്ന് പറയണ മടയന്മാരല്ല, എന്ത് ചെയ്യാൻ പറ്റും? മിഅ്റാജ് പോലും സ്വപ്നമാണെന്ന് പറയാം. വിശദത്തിൽ നിന്ന് മാറുന്നില്ല, മടങ്ങി വരുന്നു. റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ എനിക്ക് വല്ലാത്ത ഒരു അനുഭവമാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. വീശുന്ന റൗള സുവനത്തിൽ ചേരുന്ന